കേരളത്തിൽ പ്രധാനപ്പെട്ട ഒരു പിറ്റ് ലൈൻ ഉള്ളത് തിരുവനന്തപുരത്താണ്. രണ്ടാമതുള്ളത് കൊച്ചിയിലാണ്. മൂന്നാമത്തെ ഒരു പിറ്റ് ലൈനാണ് നിർമ്മാണം പൂർത്തീകരിച്ചു വരുന്നത് പാലക്കാട് പിറ്റ് ലൈൻ. ഈ പാലക്കാട് പിറ്റ് ലൈനിന് വേണ്ടിയിട്ട് ഒരുപാട് പരിശ്രമം നടത്തിയ 2019 മുതലുള്ള പരിശ്രമത്തിൽ 24-ലാണ് അന്തിമമായിട്ട് തീരുമാനിക്കുന്നത്. 2026 ജൂണിൽ പൂർത്തിയാക്കുമെന്ന് പറഞ്ഞ് ഇനിയും അത് പൂർത്തിയായിട്ടില്ല. അതൊരു വശം. പക്ഷെ പാലക്കാട് ഡിവിഷൻ്റെ കീഴിൽ ഇന്ത്യയിലെ എല്ലാ ഡിവിഷൻ്റെ കീഴിലും പിറ്റ് ലൈൻ ഉണ്ട്. ആ ഡിവിഷൻ ഹെഡ് ക്വാർട്ടറിൽ പിറ്റ് ലൈൻ ഉണ്ട്. പക്ഷേ ഈ കേരളത്തിലും ദക്ഷിണേന്ത്യയിലും ആയിട്ട് പാലക്കാട് റെയിൽവേ ഡിവിഷൻ ആസ്ഥാനത്ത് മാത്രമാണ് പിറ്റ് ലൈൻ ഇല്ലാതെ. ഈ പിറ്റ് ലൈൻ കൊണ്ടുണ്ടാകുന്ന ഗുണം നമുക്ക് ദീർഘദൂര ട്രെയിനുകൾ ആരംഭിക്കാനും ദീർഘദൂര ട്രെയിനുകൾ യാത്ര അവസാനിപ്പിക്കാനും ട്രെയിനിൻ്റെ അറ്റകുറ്റപ്പണികൾ ബോഗിയുടെ അറ്റകുറ്റപ്പണികൾ നിർവഹിക്കാനും കഴിയും. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഇത് അനുവദിച്ച് പിന്നീട് ഫ്രോസൺ ചെയ്ത പദ്ധതി കടുത്ത സമ്മർദ്ദവും ശക്തമായിട്ടുള്ള എതിർപ്പും പ്രകടിപ്പിച്ചതിന് ശേഷമാണ് വീണ്ടും പുനരാരംഭിച്ച് 63 കോടി രൂപ അനുവദിച്ചത്. എന്തായാലും അതിൻ്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. ഏതാനും മാസങ്ങൾക്കുള്ളിൽ അത് പൂർത്തിയാകും. എന്നിരുന്നാൽ പോലും ഈ ഡിവിഷനെ വിഭജിച്ച് അതിൻ്റെ വരുമാനം കുറയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത ഘട്ടം വികസനത്തെ ഇത് ഗുരുതരമായി ബാധിക്കും. അത് പാലക്കാടിനെയല്ല, പാലക്കാട് എന്ന് പറഞ്ഞ ഒരു ജില്ലയല്ല, പാലക്കാട് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ നീണ്ടു നിവർന്ന് കിടക്കുന്ന ജില്ല. ഈ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വരുമാനമുണ്ട്, ദക്ഷിണേന്ത്യയിലെ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ഒരു ഡിവിഷനാണ്. ആ വരുമാനം സ്രോതസ്സ് മനസ്സിലാക്കി പ്രത്യേകിച്ച് ചരക്ക് ഗതാഗതം, ഇപ്പോൾ മംഗലാപുരത്ത് നിന്നാണ് ഏറ്റവും കൂടുതൽ ചരക്ക് ഗതാഗതമുള്ളത്. ആ ചരക്ക് ഗതാഗതത്തിൽ ഒരു 75% പാലക്കാടിൻ്റെ വരുമാനത്തിൽ കുറവ് വരും. മംഗലാപുരം മാറ്റുകയാണെങ്കിൽ അപ്പോൾ ചരക്ക് ഗതാഗതത്തിൽ പുറപ്പെടുന്ന ട്രെയിനുകളുടെ എണ്ണത്തിൽ മറ്റെല്ലാ വരുമാനത്തിൻ്റെ കാര്യത്തിൽ കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടേക്ക് വികസനത്തിന് ആനുപാതികമായിട്ടുള്ള ഫണ്ടും കുറയും. അപ്പോൾ ഇത് കടുത്ത ആശങ്കയാണുള്ളത്. പാലക്കാട് ഡിവിഷനെ തന്നെ ഇല്ലാതാക്കാനുള്ള ഒരു രാഷ്ട്രീയ നീക്കമാണ് BJPയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെൻറ് ചെയ്യുന്നത്. കർണാടകയിലെ BJPയെ പ്രീണിപ്പിക്കാൻ വേണ്ടി ഈ കേരളത്തെ അവഗണിക്കുക, അല്ലെങ്കിലും കേരളത്തെ അവഗണിക്കുക എന്നുള്ളത് രാഷ്ട്രീയമായിട്ടുള്ളൊരു ലക്ഷ്യമാണ് BJPയുടെ ഈ രാഷ്ട്രീയ ലക്ഷ്യം ഒരിക്കലും ഇതുപോലത്തെ റെയിൽവേ പോലുള്ള നമുക്കറിയാം ദേശീയോദ്ഗ്രഥനത്തിൻ്റെ ഉത്തമ മാതൃകയായ റെയിൽവേയെ ദുരുപയോഗപ്പെടുത്തുകയാണ്. ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള ഗവൺമെൻറ്റിൻ്റെ തീരുമാനം എല്ലാ മേഖലയിലും തുടർന്നുകൊണ്ടിരിക്കുക എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് ഈ പാലക്കാട് ഡിവിഷനെ വിഭജിക്കാനുള്ള നീക്കം. അല്ല, ഉത്തരവ് ഇന്നലെ ഇറങ്ങി. ഇത് ജനപ്രതിനിധികളുമായിട്ടോ അല്ലെങ്കിൽ സ്റ്റേറ്റുമായിട്ടോ ഒരു കൂടിയാലോചന നടത്തിയിട്ടില്ല. ഇതിലുള്ള പ്രതിഷേധം, ശക്തമായ പ്രതിഷേധം റെയിൽവേ വകുപ്പ് മന്ത്രിയെ നേരിട്ട് കണ്ട് തന്നെ പറയും. ഒന്നാമത്തെ കാര്യം. 2, പാർലമെൻ്റ് അകത്തും പുറത്തും അതിശക്തമായ പ്രതിഷേധം ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവും. സംസ്ഥാന ഗവൺമെൻറ് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ്റിൻ്റെ ഒരു നയവും തീരുമാനവും ഈ പാലക്കാട് ഡിവിഷനെ വിഭജിക്കാനുള്ള എതിർപ്പായി പ്രകടിപ്പിക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കും.